പ്രിയപ്പെട്ട +1 അറബിക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് എന്തായാലും അറബിക് എക്സാമിൽ ചോദിക്കുന്ന ഒരു 100% ചോദിക്കുന്ന ഉറപ്പുള്ളൊരു ചോദ്യമാണ്. നമുക്കൊരു പാരഗ്രാഫ് തരും. ഇസ്മ്, ഫേല്, ഹർഫ് വേർതിരിക്കാൻ പറയും. ഇസ്മ് എന്ന് പറഞ്ഞാൽ പേരുകളാണ്, ഫേല് എന്ന് പറഞ്ഞാൽ വെർബുകളാണ്, ഹർഫ് എന്ന് പറഞ്ഞാൽ ലെറ്റേഴ്സാണ്. പല കുട്ടികളും ഇതിൻ്റെ മീനിങ് ഒന്നും അറിയാത്തതുകൊണ്ട് കൺഫ്യൂഷൻ ആവും. ഒരു മീനിങ്ങും അറിയാതെ നമുക്ക് ഈസി ആയി ചില ട്രിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് സെപ്പറേറ്റ് ചെയ്യാം. ഇസ്മുകൾ കണ്ടെത്താനുള്ള ടെക്നിക്ക് നിങ്ങൾ പാരാഗ്രാഫ് വായിച്ചു നോക്കുക. എന്തെങ്കിലും പേര് കണ്ടാൽ നമുക്ക് അവിടെ എഴുതാം. അല്ല കൊണ്ട് തുടങ്ങുന്ന ഏത് വാക്ക് കണ്ടാലും ധൈര്യത്തിൽ എഴുതിക്കോളി, അത് ഇസ്മായിരിക്കും. അവസാനം ഈ തായിൽ അവസാനിക്കുന്ന വാക്കുകൾ നിങ്ങൾ കണ്ടാൽ അത് എഴുതിക്കോളി, അത് ഇസ്മായിരിക്കും. നിങ്ങളിതിൻ്റെ ഹർക്കത്തുണ്ടെങ്കിൽ 2 ഫത്ത് 2 കസർ 2 ലൊമ്മ് തെൻവീന് വരുന്ന എല്ലാ വാക്കും ഇസ്മായിരിക്കും. അതേപോലെ തന്നെ ഒരു വാക്കിൻ്റെ ലാസ്റ്റിൽ ഹു ഹാ കാ കും എന്നൊക്കെ വരുന്നുണ്ടെങ്കിൽ ആ പേരും ഇസ്മായിരിക്കും. അങ്ങനെ നമുക്ക് വളരെ പെട്ടെന്ന് ഇതിലെ മുഴുവൻ ഇസ്മുകളെയും നമുക്ക് എടുത്ത് എഴുതാൻ പറ്റും. ഇതിന് നമുക്ക് നേരെ നോക്കുക. ഫേലുകൾ എന്ന് പറഞ്ഞാൽ വെർബ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഫഅല, കത്തബ, ജലസ തുടങ്ങുന്ന വാക്കായിരിക്കും. അതിൽ യഫ് അലും തുടങ്ങുന്ന യദ്ഹബു, യദ്റുസ് എന്ന് പറഞ്ഞ വാക്കായിരിക്കും. അതല്ലെങ്കിൽ ഏതെങ്കിലും വാക്കിന് അവസാനത്തെ ലെറ്റർ സുക്കൂന് കണ്ടാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം, അതും ഫേലായിരിക്കും. ഏതെങ്കിലും വാക്കിന് തുടക്കത്തിൽ ലാ കൊണ്ട് തുടങ്ങുന്നുണ്ടെങ്കിൽ ആ വാക്കും ഫേലായിരിക്കും. ഹർഫ് വളരെ ഈസിയാണ്. നിങ്ങൾക്ക് പരിചിതമായ അല, ഇല, ഫി, മിൻ പോലെയുള്ള വാക്കുകൾ ഇതിലുണ്ടോ, അത് ഹർഫും ആയിരിക്കും. ഇങ്ങനെ വളരെ ഈസിയായി ഒരു മീനിങ്ങും അറിയാൻ നിങ്ങൾക്ക് 5 അല്ലെങ്കിൽ 6 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓൾ ദി ബെസ്റ്റ്. അസ്സലാമു അലൈക്കും.